വെൽക്കം ഫ്രണ്ട്സ്, ഫോക്കസിന്റെ മൈക്രോ ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. സ്ഥിരമായിട്ട് വരുന്ന ഹോട്ട് ടോപ്പിക്സും അതുമായിട്ട് എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. സ്ഥിരമായിട്ട് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജാമിതിയും ബീജഗണിതം. ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ 3 വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ തന്നെ നാലാമത്തെ വെർട്ടെക്സ്, അതായത് നാലാമത്തെ നമ്മുടെ വെർട്ടെക്സ് ആയ സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ എന്ത് കണ്ടുപിടിക്കുക, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം. അപ്പോൾ നോക്കി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നാലാമത്തെ വെർട്ടെക്സ് ആയ സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്നതിൽ, അതായത് ഈ പിക്ചറിൽ തന്നിരിക്കുന്നതിൽ കോർഡിനേറ്റ്സ് അറിയാവുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കോർഡിനേറ്റുകളിൽ എക്സ് കോർഡിനേറ്റ് ആദ്യം നമ്മൾ എടുക്കുക. ഒന്നാമത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 10 നിൽപ്പുണ്ട്. അപ്പൊ 10 എഴുതി അതിനോട് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് നിൽക്കുന്നത്? 12 നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 12 ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന ആൻസറിൽ നിന്ന് മൂന്നാമതൊരു വെർട്ടെക്സ് മാറി നിൽപ്പില്ലേ, ആ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് എടുത്ത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ മൈനസ് എന്ത് ചെയ്യണം? 7. ഓക്കെ ആണല്ലോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നാലാമത്തെ വെർട്ടെക്സിൽ എന്ത് കിട്ടിക്കഴിഞ്ഞു? എക്സ് കോർഡിനേറ്റ് കിട്ടുന്നു. ഇതുപോലെ വൈ കോർഡിനേറ്റ് അങ്ങ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് കോർഡിനേറ്റ് അറിയാവുന്ന വെർട്ടെക്സുകളിലെ വൈ കോർഡിനേറ്റ്സ് എടുക്കുന്നു. നമുക്കറിയാം ഡിയിലെ വൈ കോർഡിനേറ്റ് 11 ആണ്, ബിയിലെ വൈ കോർഡിനേറ്റ് 7 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 11ഉം 7ഉം കൂടെ എന്ത് ചെയ്യുക? ആദ്യം പ്ലസ് ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും മാറി നിൽക്കുന്ന എ എന്ന് പറയുന്ന വെർട്ടെക്സ് മാറി നിൽക്കുകയല്ലേ, അതിന്റെ വൈ കോർഡിനേറ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതിന്റെ വൈ കോർഡിനേറ്റ് മൈനസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? -5. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എ പാർട്ടിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നു. എന്ത് ചെയ്യുന്നു? നമുക്കറിയാലോ, 10ഉം 12ഉം കൂടെ കൂടി എത്ര വരും? 22. 22 7 പോയി ആൻസർ എത്ര വരും? 15 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം 11ഉം 7ഉം കൂടെ കൂടി എത്ര വരും? 18. 18 5 കുറച്ച് എത്ര വരും? 13. അപ്പൊ നമ്മുടെ നാലാമത്തെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 15,13 ആണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ വലിയ കാൽക്കുലേഷൻ ഒന്നും ജസ്റ്റ് നോക്കി തന്നെ ആൻസർ എഴുതാവുന്നതാണ്. അടുത്ത് പറയുന്ന നോക്കിയേ, ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആണത്. എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ AC. AC എന്ന് പറയുന്ന ഡയഗണൽ നമ്മൾ ഈ പടം നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് AC. അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുന്ന ഡയഗണൽ, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ AC എന്ന് പറയുന്ന ഡയഗണൽ നോക്കുമ്പോൾ അതിന്റെ 2 എൻഡിലുള്ള പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ AC എന്ന് പറയുന്ന ലെങ്ത്. അപ്പൊ AC കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? AC എന്ന് പറയുന്ന നീളം കണ്ടുപിടിക്കാൻ AC 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. 2 പോയിന്റുകളുടെ കോർഡിനേറ്റ് അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ നമുക്ക്. റൂട്ട് ഓഫ് എന്താണ്? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. കാര്യം കോർഡിനേറ്റ്സിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇനി വാല്യൂസ് കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. x1 മൈനസ് x2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എയുടെയും സിയുടെയും എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് നമുക്കറിയാം. സിയുടെ എക്സ് കോർഡിനേറ്റ് നമ്മൾ എത്രയെന്ന് കണ്ടുപിടിച്ചു? 15 എന്ന് കണ്ടുപിടിച്ചു. മൈനസ് എയുടെ എക്സ് കോർഡിനേറ്റ് അവർ തന്നിട്ടുണ്ടല്ലോ. എത്രയും തന്നിട്ടുണ്ട്? 7 തന്നിട്ടുണ്ട്. ദ ഹോൾ സ്ക്വയർ പ്ലസ് എടുത്ത് എന്ത് ചെയ്യുക? അതുപോലെ വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ്. വൈ കോർഡിനേറ്റ്സ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം സിയുടെ വൈ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 13 മൈനസ് അടുത്ത് എയുടെ വൈ കോർഡിനേറ്റ് എടുത്താൽ പോലെ. എയുടെ വൈ കോർഡിനേറ്റ് എത്രയാണ്? 5 ആണ്. ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? നമ്മുടെ ഡയഗണലിന്റെ ലെങ്ത് കിട്ടും. ഈക്വൽ ടു എന്ത് കിട്ടും? ആൻസർ നോക്കടാ. റൂട്ട് ഓഫ് 15 7 കുറച്ചാൽ എത്ര കിട്ടൂടാ? 8 അല്ലേടാ. അപ്പൊ 8ന്റെ സ്ക്വയർ പ്ലസ് 13 5 കുറച്ചാൽ എത്രടാ കിട്ടുന്നത്? 8 അല്ലേ കിട്ടുന്നത്. അപ്പൊ 8ന്റെ സ്ക്വയർ ഈക്വൽ ടു ആൻസർ എന്ത് വരും? ഇവിടെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ആ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ട്രിക്ക് നോക്കാം. 8ന്റെ സ്ക്വയർ 2 പ്രാവശ്യം കൂട്ടാണല്ലേടാ പറഞ്ഞിരിക്കുന്നത്. അതിനെ എനിക്ക് 2 ഇൻറ്റു 8ന്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെടാ. 2 ഇൻറ്റു 8ന്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ എഴുതാമല്ലോ. അതിന് നമുക്ക് കിട്ടുമല്ലോടാ. നോക്കിക്കോ, 8ന്റെ ഇനി ഇതിലെ ഓരോ ടേമുകളുടെ എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. അതിന് നമുക്കറിയാം
2ന് പെർഫെക്റ്റ് ആയിട്ടൊരു റൂട്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതാം, റൂട്ട് 2 എന്ന് തന്നെ എഴുതാം. ഇനി നമുക്കറിയാലാടാ 8ന്റെ സ്ക്വയർ അതിന്റെ റൂട്ട് എടുക്കണം. നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്ക്വയർ റൂട്ട് എപ്പോഴും ഒരുമിച്ച് വന്നാലും അവന്മാരെ കളയുക, അകത്തുള്ള നമ്പർ എഴുതിയാൽ മതി. അപ്പൊ 8ന്റെ സ്ക്വയർ അതിന്റെ റൂട്ട് വരുമ്പോൾ സ്ക്വയർ റൂട്ട് കളയുക, അകത്ത് വരുന്ന 8 വെളിയിലും എഴുതിയാൽ പോലെ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും, 8√2 വരും. ഇനി അടുത്ത് നമുക്ക് സി പാർട്ടിലോട്ട് പോകാനാടാ. നോക്കിക്കോടാ, സി പാർട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോ. സി പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഡയഗണൽസ്, 2 ഡയഗണൽ നമുക്ക് വരയ്ക്കാം. നോക്കിക്കോട്ടെ, ഈ പടത്തിൽ നോക്കിക്കോ. നമുക്ക് ഇപ്പൊ ഓൾറെഡി നമ്മൾ എ സി എന്ന് പറയുന്ന ഡയഗണൽ വരച്ചില്ലേ, ഇതുപോലെ ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ വരച്ചുകൂടെ. ഈ 2 ഡയഗണലും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ കാര്യം. കാര്യം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാ. പാരലോഗ്രാം ആണെങ്കിൽ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസിന്റെ എന്തായിരിക്കും, മിഡ് പോയിന്റ്. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂടാ, ഡയഗണൽസിന്റെ എന്തെടുത്താൽ, ഏതെങ്കിലും ഒരു ഡയഗണലിന്റെ എന്തെടുത്താൽ മതി, മിഡ് പോയിന്റ് എടുത്താൽ മതി. വളരെ സിമ്പിൾ അല്ലേ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, ഇപ്പൊ നമ്മൾ എ സി എന്ന് പറയുന്ന ഡയഗണലാണ് എടുത്തതെന്ന് വെച്ചോ. എ സി എന്ന് പറയുന്ന ഡയഗണൽ എടുത്താൽ എ സി എന്ന് പറയുന്ന ഡയഗണലിന്റെ 2 എൻഡിലുള്ള കോർഡിനേറ്റ്സ് നമ്മൾ നോക്കുന്നു, പോയിന്റ്സിന്റെ. അവിടെ എക്സ് കോർഡിനേറ്റ് അല്ലേ പ്ലസ് ചെയ്യേണ്ടത് ആദ്യം. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, x1 + x2/2. അതുപോലെ എന്താണ്, y1 + y2/2. അപ്പൊ എക്സ് കോർഡിനേറ്റ് പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരുവാ, ഇവിടെ 7ന്റെ ഇവിടെ എയുടെ എക്സ് കോർഡിനേറ്റ് എത്രയുണ്ട്, 7 എന്നുണ്ട്. അപ്പൊ നമുക്ക് 7 എഴുതാം. പ്ലസ് അടുത്തെന്താണ്, സിയുടെ എക്സ് കോർഡിനേറ്റ് അല്ലേ, അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചില്ലേ. എത്രയെന്ന് കണ്ടുപിടിച്ചു, 15 എന്ന് കണ്ടുപിടിച്ചില്ലേടാ. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്, 15 ആണ്. 15 ഡിവൈഡഡ് ബൈ എത്ര ചെയ്താൽ മതി, 2 ചെയ്താൽ മതി. ഇതുപോലെ വൈ കോർഡിനേറ്റ് ചെയ്താൽ പോരെ. വൈ കോർഡിനേറ്റ്, എയുടെ വൈ കോർഡിനേറ്റ് എത്ര നിപ്പുണ്ട്, 5 നിപ്പുണ്ട്. അപ്പൊ 5 പ്ലസ് അടുത്തിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ സി അല്ലേ, സിയുടെ വൈ കോർഡിനേറ്റ് എത്ര നമുക്ക് കിട്ടി, 13 എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഇവിടെ എന്ത് കൊടുത്താൽ മതി, സിയുടെ വൈ കോർഡിനേറ്റ് നമ്മൾ 13 എന്ന് കൊടുക്കുക. ഡിവൈഡർ ബൈ എത്ര ചെയ്താൽ മതി, 2 ചെയ്താൽ മതി. അപ്പൊ എത്ര ആൻസർ എന്ന് കിട്ടാം, നമുക്കറിയാം 15 7 കൂടെ കൂട്ടി എത്ര വരും, 22 അല്ലേ. 22ന്റെ പകരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11 അല്ലേ. അപ്പൊ നമുക്ക് എത്രയാണ് എഴുതാം, 11, അടുത്ത് നമുക്ക് എന്ത് വരുവാടാ, 13 5 കൂടെ അല്ലേ. 13 5 കൂടെ കൂട്ടി എത്ര വരും, 18. 18ന്റെ പകരം എത്ര വരുവാടാ, 9. അപ്പൊ നമ്മുടെ ആൻസർ എത്ര എന്ത് വരാം, 11,9 എന്ന് വരും. ഇത്രയേ ഉള്ളൂ, അധികം വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ആകെ നമുക്ക് ഒന്നാമത്തെ പാർട്ട് ഡയറക്റ്റ് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ പാർട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട, അകലം കണ്ടുപിടിക്കേണ്ട ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. മൂന്നാമത്തെ പാർട്ടില് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കുക. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മധ്യബിന്ദുവിന്റെ സൂചകസംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ ആലോചിച്ച ആൻസർ കിട്ടൂലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. സ്ഥിരം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ, നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാതെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. വളരെ എളുപ്പം. നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളത്തിൽ നമ്മൾ പറഞ്ഞ മധ്യമ കേന്ദ്രം. സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ റേഷ്യോയുടെ ഭാഗമായിട്ട് കണക്ട് ചെയ്ത് വരികയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ആകെ വേണ്ടത്, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും, അതിന്റെ 3 വെർട്ടെക്സുകളിൽ എന്തും തന്നിട്ടുണ്ടാവും, കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ആകെ നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, 3 വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ അങ്ങ് ആദ്യം പ്ലസ് ചെയ്യുക. ആദ്യത്തെ വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് എത്ര ഉണ്ടാ, 3 അല്ലേ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ 3 എടുക്കുന്നു. പ്ലസ് അടുത്തതിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് നിൽക്കുന്നത്, 7 അല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത് എന്ത് എടുക്കണം, 7 എടുക്കണം. പ്ലസ് ചെയ്യുന്നു. അടുത്ത് മൂന്നാമത്തെ വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് നിൽക്കുന്നത്, 8 അല്ലേ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 8ഉം പ്ലസ് ചെയ്യുക. ഈ കിട്ടുന്ന 3 നമ്പർ നമ്മൾ പ്ലസ് ചെയ്തു. ഇനി 3 നമ്പറല്ലേ പ്ലസ് ചെയ്ത്, അതുകൊണ്ട് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്താൽ മതി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സെൻട്രോയിഡിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇതുപോലെ നമുക്ക് നോക്കിയേ വൈ കോർഡിനേറ്റ് ചെയ്താൽ മതി. എല്ലാത്തിനെയും എന്തെടുക്കുക, വൈ കോർഡിനേറ്റ്സ്. ആദ്യം 9 എടുത്തു, പ്ലസ് രണ്ടാമത്തെ വൈ കോർഡിനേറ്റ് എത്ര നിൽപ്പുണ്ടാ, 6 അല്ലേ ഇടാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ 6 എടുത്തു, പ്ലസ് മൂന്നാമത്തെ വൈ കോർഡിനേറ്റ് എത്ര നിൽപ്പുണ്ടാ, 12 അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, 12 കൂടെ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്തിട്ട് അവിടെയും 3 നമ്പറിലെ പ്ലസ് ചെയ്ത് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ഓക്കെ ആണടാ. നോക്കിക്കോടാ, കൂട്ടുമ്പം 7ഉം 3ഉം കൂടെ 10 അല്ലേ, 10 8ഉം കൂടെ കൂട്ടിയാൽ 18 അല്ലേ. 18നെ 3 ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 18 3യുടെ മൾട്ടിപ്പിൾ എത്ര പ്രാവശ്യം, 6 പ്രാവശ്യം അല്ലേ. അപ്പൊ 6 നമ്മൾ എഴുതി. അടുത്ത് കൂട്ടുമ്പോൾ നോക്കിക്കോടാ, 9 6 15 അല്ലേടാ കിട്ടുന്നത്. 15ന്റെ കൂടെ 12 കൂട്ടി 27 അല്ലേടാ. 27/3, 27ഉം 3യുടെ മൾട്ടിപ്പിൾ അല്ലേ, എത്ര പ്രാവശ്യം, 9 പ്രാവശ്യം. അപ്പൊ നമ്മുടെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്, നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും, 6 9.
കിട്ടിയില്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? ഒന്നും നമ്മൾ നോക്കാനില്ല. വളരെ സിമ്പിളായിട്ട് ചെറിയൊരു കാൽക്കുലേഷൻ വഴി നമുക്ക് എന്ത് കണ്ടിട്ട് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കിട്ടി. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം നമുക്ക് 2 കോഡുകൾ കാണുമ്പോഴേ മനസ്സിലാവും അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഒക്കെ നിങ്ങളുടെ ഇപ്പം മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മുടെ സർക്കിളിനകത്ത് AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്ന കോഡും പരസ്പരം P എന്ന് പറയുന്ന പോയിന്റ് വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു. അതിൽ PAയുടെ നീളം 4 സെന്റിമീറ്ററും തരുന്നു, PBയുടെ നീളം 3 സെന്റിമീറ്ററും തരുന്നു, PDയുടെ നീളം 2 സെന്റിമീറ്ററും തരുന്നു. ചോദ്യം ഇത്രയേ ഉള്ളൂ, ആരുടെ നീളം കണ്ടുപിടിക്കുക? PDയുടെ നീളം കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. ഇതുപോലെ 2 കോഡുകൾ പരസ്പരം ഒരു പോയിന്റിൽ വെച്ച് സർക്കിളിനകത്ത് വെച്ച് കൂട്ടിമുട്ടിയാൽ അവ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലാടാ. PA ഇൻറ്റു എന്താണ്? PB ഈക്വൽ ടു എന്താണ്? PC ഇൻറ്റു എന്തെന്ന് വരുന്നു? PD എന്ന് വരുന്നു. ഇതല്ലേ നമ്മുടെ റിലേഷൻ. എടാ, ഈ ഇക്വേഷന്റെ പഠിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ അവരെന്ത് ചെയ്യും? കോഡിന്റെ പേരൊക്കെ മാറ്റിത്തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂടാ? പരസ്പരം 2 കോഡുകൾ സർക്കിളിനകത്ത് വെച്ച് കൂട്ടിമുട്ടിയാൽ ഒന്നാമത്തെ കോഡ് AB ആണല്ലോ, അതിന്റെ 2 പാർട്ടുകൾ, ഒന്നാമത്തെ പാർട്ട് PA ആണ്, അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? PB ആണ്. അവയുടെ പ്രോഡക്റ്റ് എടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കോഡ് CD അല്ലേ, അതിന്റെ പാർട്ടുകൾ ഏതൊക്കെ വരും? ഒന്നാമത്തെ പാർട്ട് PC വരും, അടുത്ത പാർട്ട് എന്ത് വരുന്നു? PD വരുന്നു. ഇതിന്റെ 2 പാർട്ടുകളായില്ലേ, അവയുടെയും പ്രോഡക്റ്റ് എടുക്കുക. റിസൾട്ട് ഇതാണ്. ഈ 2 പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കും. PA എത്രയും തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. അപ്പൊ 4 ഇൻറ്റു PB എത്രയും തന്നിട്ടുണ്ട്? 3 ആണ്. അപ്പൊ നമ്മൾ 3 എന്ന് കൊടുത്തു. ഈക്വൽ ടു PC അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അതുപോലെ തന്നെ ഞാൻ എഴുതുന്നു. PC വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇൻറ്റു PD നമുക്ക് തന്നിട്ടുണ്ടല്ലോ എത്രയാണ്? 2. അപ്പൊ 2 സെന്റിമീറ്റർ കൊടുത്തു. ഇതിന്റെ PC കണ്ടുപിടിക്കാൻ ഇൻറ്റു ചെയ്യുന്ന 2വിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ലെഫ്റ്റിലോട്ട് അങ്ങ് എടുത്താൽ പോരെ, കാരണം BC അല്ലേ നമുക്ക് വേണ്ടത്. അവിടെ BC മാത്രം മതി. ഇൻറ്റു ചെയ്യുന്ന 2 ലെഫ്റ്റിലോട്ട്. ഇൻറ്റു നമുക്കറിയാം ലെഫ്റ്റിലോട്ട് പോയാൽ എന്താവും? ഡിവിഷൻ ആയിട്ട് മാറാം. അപ്പൊ ഇതിന് എന്തെഴുതാം? PC ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടായിരുന്നോ? 4 ഇൻറ്റു 3 ഉണ്ടായിരുന്നു. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോയാൽ അത് ആരായിട്ട് മാറുകടാ? ഡിവിഷൻ ആയിട്ട് മാറുകടാ. ഡിവൈഡർ ബൈ എത്ര കൊടുക്കും? 2 എന്ന് കൊടുക്കാം. അതിന് നമുക്കറിയാം 4 2ന്റെ മൾട്ടിപ്ലൈ എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ട് വെട്ടാം. 4 2 എത്ര ടൈംസ് കിട്ടുന്നു? 2 ടൈംസ് കിട്ടുന്നു. അപ്പൊ ഫൈനൽ ആൻസർ 2 ഇൻറ്റു 3 എത്ര വരുവാ? 6 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് എത്രയെന്ന് എഴുതാം? 6 സെന്റിമീറ്റർ എന്ന് നമ്മുടെ ആൻസർ. വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. നമ്മൾ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഇത്തരം ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അറ്റൻഡ് തന്നെ ചെയ്യണം. നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 3 പോയിന്റ്സിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അത് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പറയുന്നു. ചോദ്യം ഫൈൻഡ് ദ സർക്കം സെന്റർ എന്നാണ്. നമുക്കറിയാം സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സർക്കിൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞതാണ്. ഒരു ട്രയാങ്കിളിൽ 3 വെർട്ടെക്സിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ, ആ സർക്കിളിന്റെ സെന്റർ ആണ് സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ നമ്മളത് പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പരിവൃത്ത കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തരുന്ന ട്രയാങ്കിളിലെ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസുകളൊക്കെ ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമ്മുടെ 2 ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സർക്കം സെന്റർ കണ്ടുപിടിക്കാൻ പഠിച്ചത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഉള്ള കോർഡിനേറ്റ്സ് ആണെങ്കിൽ മാത്രം ഞാൻ ഈ പറയാൻ പോകുന്ന എളുപ്പ വഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അത് ശ്രദ്ധിച്ചോണം. എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ 3 വെർട്ടെക്സ് തന്നിട്ടുണ്ട്. സർക്കം സെന്ററാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ചാടി കയറി ഈ മെത്തേഡ് ഉപയോഗിക്കരുത്. ഈ പറയാൻ പോകുന്ന പ്രത്യേകത ആ കോർഡിനേറ്റ്സിന് ഉണ്ടോ നോക്കണം. നോക്കണം, ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സിന്റെ പ്രത്യേകത. നിങ്ങൾ ആ 3 കോർഡിനേറ്റ് നോക്കിയാൽ ഒന്നാമത്തെ കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റ് -1, രണ്ടാമത്തെ കോർഡിനേറ്റിലെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -1. അതുപോലെ തന്നെ ഒന്നാമത്തെ കോർഡിനേറ്റിലെ y കോർഡിനേറ്റ് -3, മൂന്നാമത്തെ കോർഡിനേറ്റിലെ y കോർഡിനേറ്റ് -3 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 3 പോയിന്റ്സില് 2 പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, 2 പോയിന്റ്സിന്റെ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അങ്ങനെ വരുന്ന വെർട്ടെക്സുകൾ തന്നാൽ മാത്രമേ ഈ എളുപ്പ വഴി സർക്കം സെന്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആണ് കാര്യം. ഇത്തരത്തിലുള്ള വെർട്ടെക്സിലാണ് നമുക്ക് തരുന്നതെങ്കിൽ സർക്കം സെന്റർ കണ്ടുപിടിക്കാൻ ഇപ്പം 3 പോയിന്റിലെ നമുക്ക് തന്നിങ്ങനെ നമ്മൾ ഇന്ന് 2 പോയിന്റ് എഴുതാൻ പോകും. ആ പോയിന്റുകൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ നോക്കടാ. ഒരുപോലുള്ള 3 പോയിന്റിൽ ഒരുപോലുള്ള എക്സ് കോർഡിനേറ്റുകൾ ഏതൊക്കെയാണ്? -1. ഞാൻ ആ -1നെ എഴുതി ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് തന്നെ എഴുതി. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റ് ഒരുപോലെ ഉള്ളതല്ലേ എടുത്തത്. അപ്പൊ ഇനി ഒരു എക്സ് കോർഡിനേറ്റ് നമുക്ക് എടുക്കാനില്ലേ? ഏതാണ് നമുക്ക് എടുക്കേണ്ട എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്? 5 ആണ്. അത് നമുക്ക് ഞാൻ മറ്റൊരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എഴുതുന്നു. 5 വെച്ചു.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരുപോലെ വരുന്ന എക്സ് കോർഡിനേറ്റുകൾ എടുത്ത് ആദ്യത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വെച്ചു, ഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന എക്സ് കോർഡിനേറ്റ് എടുത്ത് രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഒരുപോലെയുള്ള എക്സ് കോർഡിനേറ്റ് അല്ലേ എടുത്തത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി വൈ കോർഡിനേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന വൈ കോർഡിനേറ്റ്, ഈക്വൽ അല്ലാതെ നിൽക്കുന്ന വൈ കോർഡിനേറ്റ് എടുക്കണം. ആരാണ് ഇവിടെ ഈക്വൽ അല്ലാതെ നിൽക്കുന്ന? 4 അല്ലേ. അപ്പൊ ആദ്യത്തെ പോയിന്റ് കൂടി ഈ ഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന വൈ കോർഡിനേറ്റ് ചേർക്കുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്തായിട്ട് മാറും? -1 4. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഡിഫറന്റ് ആയിട്ട് നിന്ന് എക്സ് കോർഡിനേറ്റ് അല്ലേ എടുത്തത് 5. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചേർക്കണം? ഒരുപോലെ വരുന്ന വൈ കോർഡിനേറ്റ് ചേർക്കണം. രണ്ട് പോയിന്റിൽ ഒരുപോലെ വന്നിട്ടുള്ള വൈ കോർഡിനേറ്റ് ഏതുണ്ടാ? -3 അല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ ഈ 5ന്റെ കൂടെ എന്ത് ചെയ്യുന്നു? -3 ചേർക്കുന്നു. അപ്പൊ ഇപ്പൊ 3 പോയിന്റ്സിൽ നിന്ന് നമ്മൾ എത്ര പോയിന്റിലോട്ട് മാറി? 2 പോയിന്റിലോട്ട് മാറിയില്ലേ. ഇനി കാര്യം വളരെ സിമ്പിൾ ആണ്. സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റിന്റെയും കൂടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മിഡ് പോയിന്റ് എടുത്താൽ മതി. ഈ 2 പോയിന്റിന്റെയും കൂടെ എന്തെടുത്താൽ മതി? മിഡ് പോയിന്റ് എടുത്താൽ മതി. അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? സർക്കം സെന്റർ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ മിഡ് പോയിന്റ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? അതില് എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ആദ്യം പ്ലസ് ചെയ്യുക. നോക്കിക്കോടാ, -1 പ്ലസ് അടുത്ത വരും 5. ഡിവൈഡർ ബൈ എത്ര ചെയ്താൽ മതി? 2 ചെയ്താൽ മതി. ഇതുപോലെ വൈ കോർഡിനേറ്റ് നോക്കടാ. ആദ്യത്തെ 4 അല്ലേ നിൽക്കുന്നത്, പ്ലസ് അടുത്തെന്ത് വരുവാടാ? -3 എന്ന് വരും. അപ്പൊ 4 + -3 ഡിവൈഡർ ബൈ എത്ര ചെയ്താൽ മതി? 2 ചെയ്താൽ മതി. അപ്പൊ ആൻസർ, ഫൈനൽ ആൻസർ എന്ത് വരുവാടാ? നമുക്ക് ഇതിന് -1 + 5 ആണെങ്കിൽ ഇങ്ങനെ വായിക്കാം. തിരിച്ചു വായിച്ചാലോ? 5 -1 അല്ലേ. 5 - 1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4/2 എന്ന് പറഞ്ഞ ആൻസർ എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇവിടെ നമുക്കറിയാം പ്ലസ് മൈനസ് ഒരുമിച്ചല്ലേ വരുന്നത്. പ്ലസും മൈനസും കൂടി ചേരുമ്പോൾ മൈനസ് അല്ലേ വരുന്നത്. അപ്പൊ 4 - 3 എന്ന് വായിക്കാം. 4 - 3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പൊ ആൻസർ എന്താവും? 1/2. അപ്പൊ നമ്മുടെ സർക്കം സെന്ററിന്റെ ഈ പറയുന്ന കോർഡിനേറ്റ്സ് വരുന്ന വെർട്ടെക്സുകളായിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ സർക്കം സെന്ററിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 1/2. ശ്രദ്ധിക്കണം, ഈ മെത്തേഡ് എപ്പോൾ മാത്രം ഈ പറഞ്ഞ നമ്മുടെ പ്രത്യേകത, അതായത് 3 പോയിന്റ് തന്നിരിക്കുമ്പോൾ 2 പോയിന്റ്സിലെ എക്സ് കോർഡിനേറ്റുകൾ സെയിം ആകുന്നു, 2 പോയിന്റ്സിലെ വൈ കോർഡിനേറ്റുകൾ സെയിം ആകുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചേക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ ഇല്ലെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ചേർക്കുക. കാര്യം ഇത് വളരെ മൈക്രോ ടിപ്സ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ ഇല്ലെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒരു 3-4 ലൈൻ ക്വസ്റ്റ്യൻ ഒരു പടമൊക്കെ ഉണ്ട്. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സർക്കിൾ ഉണ്ട് നമുക്ക്. അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ O ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ സർക്കിളിലെ 3 പോയിന്റുകൾ അവർ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് A, അടുത്ത പോയിന്റ് B, അടുത്ത പോയിന്റ് എന്താണ്? C. ആ പോയിന്റുകളെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് 3 സെക്ടറുകളായിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. അതിൽ 2 സെക്ടറുകളുടെ സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രി എന്നും 150 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്. ഇത് യഥാർത്ഥത്തിൽ ടാൻജന്റുമായിട്ട് നമുക്ക് കാണുമ്പോൾ സർക്കിളുമായിട്ടൊന്ന് വിചാരിക്കാൻ പറ്റിയ ടാൻജന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ABC 3 പോയിന്റ് കൂടെയുള്ള സർക്കിളിന്റെ ടാൻജൻസ് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ടാൻജന്റുകൾ കൂട്ടിമുട്ടുന്ന വലിയൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്നത് പോലെ വലിയൊരു ട്രയാങ്കിൾ കിട്ടും. അതിന് ഞാൻ PQR എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ടാൻജന്റ് തുടക്കത്തിൽ വരുന്ന ഒരു റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നോക്കണം. എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ 3ാമത്തെ സെക്ടറിന്റെ ആംഗിളൂടെ കണ്ടുപിടിച്ച് വയ്ക്കാം. ഇവിടെ നമുക്കറിയാമല്ല, സർക്കിളിന്റെ സെന്ററിന്റെ ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 360. അതിൽ 2 എണ്ണം 110 150 തന്നിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം തന്നിരിക്കുന്ന 2 കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. 110 150 കൂടെ പ്ലസ് ചെയ്ത് എത്ര വരുവാണ്? നമുക്ക് 260 എന്ന് വരും. ആ കിട്ടുന്ന 260 നമ്മുടെ ടോട്ടൽ ആംഗിൾ എത്രയെന്ന് മൈനസ് ചെയ്താൽ മതി? 360 നിന്ന് മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടൂടാ? ആൻസർ മൈനസ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടൂടാ? 100 എന്നല്ലേടാ കിട്ടുന്നത്. മൈനസ് ചെയ്യുന്ന ആൻസർ എത്ര കിട്ടും? 100 എന്ന് പറഞ്ഞാൽ 3ാമത്തെ സെക്ടറിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. ഇനി നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നമുക്കറിയാം, നമ്മളൊരു സർക്കിളിനകത്ത് ഒരു റേഡിയസും ആ റേഡിയസ് സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കൂടെയുള്ള എന്തും വരച്ചാൽ, ടാൻജന്റും വരച്ചാൽ അവ പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ A എന്ന പോയിന്റിലെ 2 ആംഗിൾ 90 ഡിഗ്രി, അതുപോലെ B എന്ന് പറയുന്ന പോയിന്റ് എടുത്താലും 2 ആംഗിൾ 90 ഡിഗ്രി, C എന്ന് പറയുന്ന പോയിന്റ് എടുത്താലും 2 ആംഗിൾ എന്താണ്? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോക്കടാ, നമ്മളിതാ ഈ ഒരു ഭാഗം മാത്രം പരിഗണിച്ചാൽ,
ഇതൊരു കോർഡിനേറ്റർ അല്ലേ, 4 സൈഡുള്ള കോർഡിനേറ്റർ അല്ലേ, അതിന്റെ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കുമ്പോൾ 90 90 കൂട്ടുമ്പോൾ എത്ര ആയടാ 180 അല്ലേ. അപ്പൊ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180 ആയാൽ ആ കോർഡിനേറ്റർ എന്താണ്? സൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോർഡിനേറ്ററിന്റെ പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയായിരിക്കണം? 180. അത് അപ്ലൈ ചെയ്താൽ പോരെ ഇവിടെ നോക്കിക്കോടാ. ഇവിടെ 150 എന്നല്ലേ തന്നിരിക്കണേ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണ്ടേ. അപ്പൊ ഇവിടെ 150 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ 180 വരണമെങ്കിൽ ഈ നമ്മുടെ ക്യൂവിൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് 150 കുറച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്രയെന്ന് കിട്ടുവാടാ? 30 ഡിഗ്രി. അതുപോലെയല്ലേ ഇതും സൈക്ലിക് കോർഡിനേറ്ററിലല്ലേ, ഇവിടെ സെന്ററിൽ 100 എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. 180 100 മൈനസ് ചെയ്യുക, നമ്മുടെ ആൻസർ എത്ര കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നോക്കടാ, ഇതും അതുമാതിരി സൈക്ലിക് കോർഡിനേറ്ററിലല്ലേ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പി കണ്ടുപിടിക്കാൻ സെൻട്രൽ ആംഗിളായ 110നെ 180 മൈനസ് എത്ര കിട്ടുവാടാ? 70 ഡിഗ്രി എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ആ വലിയ ട്രയാങ്കിൾ അഥവാ PQR എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 70 30 80. വളരെ സിമ്പിൾ ആണ്, അധികം കാൽക്കുലേഷൻ ഒന്നുമില്ല, നമുക്ക് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതുമാതിരിയുള്ള ചെറിയ ചെറിയ റിസൾട്ടുകൾ, അതായത് നമുക്ക് ഈ പറയുന്ന മാതിരി കിട്ടുന്ന കോർഡിനേറ്റർ, ഈ രീതിക്ക് ഫോം ചെയ്യുന്ന കോർഡിനേറ്റർ സൈക്ലിക് ആണെന്ന് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു.